നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് നമുക്ക് റിലേഷൻഷിപ്പ് നോക്കാം. നിങ്ങളുടെ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തിയെ ഇപ്പോൾ നിങ്ങൾ ആരുമായിട്ടാണോ റിലേഷൻഷിപ്പിലുള്ളത് അവരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഈ സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ആത്മാർത്ഥമായതാണോ എന്ന് നോക്കാം. ഓക്കെ, അവർക്ക് ആത്മാർത്ഥമായ സ്നേഹമാണോ അല്ലെങ്കിൽ അവരെ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന രീതിയിൽ ഒന്ന് നോക്കാം. ഓക്കെ, ജനറലായിട്ട് എടുക്കാം. പൈല് കുറേ ദിവസമായിട്ട് ഇപ്പോൾ എപ്പോഴും പൈലാണ്. സോ ഇന്നൊരു ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഓവറോൾ കിട്ടുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് പൈലാണ് ഇഷ്ടമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ ഇതിനെ തന്നെ 2 പൈലാക്കിയിട്ട് 1-2 ദിവസത്തിനുള്ളിൽ ഒരിക്കൽ കൂടെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇന്നിപ്പോൾ നമുക്ക് ജനറലായിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ജഡ്ജ്മെൻറ്റ്, വെരി ഗുഡ്. 8 of Pentacles, King of Cups, 5 of Wands, 8 of Cups, ടവർ. ഞാനിത് എടുത്തപ്പോൾ ഇതെന്തോ ഇത് വരും എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഓക്കെ, ദ മൂൺ ആൻഡ് ദ സൺ. മൂൺ സൺ രണ്ടും ഉണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത്. ഓക്കെ, 2 of Swords, 5 of Pentacles, 3 of Swords, 3 of Wands. Wow. ജഡ്ജ്മെന്റ്. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കാണുന്നത് ജഡ്ജ്മെന്റ് ആണ്. ഓക്കെ, ഇത് ഒരു കർമ്മയുടെ കാര്യം പറയാം നമുക്ക്. ഓക്കെ, ഒരു കാർമിക് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കർമ്മ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് പറയാം. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കർമ്മകൾ തീർന്നു പോവാണ് എന്ന രീതിക്ക് പറയാം ഇവിടെ. എനിക്ക് ഇവിടെ ഒരു റിലീസിങ്ങിൻ്റെ ഒരു ഫീൽ ഉണ്ട് ഇവിടെ. ഇവർ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ കണ്ടോ ഒരു റിലീസായി പോകുന്ന പോലെയാണ് ഇവിടെ. സോ എവിടെയോ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരു ഉത്തരമായിട്ട് നിങ്ങളുടെ നല്ല കർമ്മ കൊണ്ട് എന്ന് പറയാം. നിങ്ങളുടെ നല്ല കർമ്മ കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്ന് പറയാം. 8 of Pentacles, King of Cups. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെ വളരെയധികം സ്നേഹം തന്നെയാണ്. King of Cups എനർജിയാണ്. ഫീലിങ്സ് വളരെ സ്ട്രോങ് ആണ്. 8 of Pentacles, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ രണ്ടുപേരും പ്രാർത്ഥിച്ചതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ഇത് ബന്ധം വന്നതാണെന്ന് പറയാം കേട്ടോ, അങ്ങനെ പറയാം. ഓക്കെ, 8 of Pentacles, നിങ്ങൾ തമ്മിൽ മേ ബി നിങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഹാർഡ് വർക്ക് ഇടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. അതായത് അവർ ഈ റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് പോകണം എന്ന മനസ്സിലുള്ളതുകൊണ്ട് അവരതിൽ എഫേർട്ട് ഇടാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. 5 of Wands, കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് പറയുക, കോമ്പറ്റീഷനെ കുറിച്ചാണ് പറയുക. ആൻഡ് 8 of Cups എന്ന് പറയും. 8 of Cups ആൻഡ് ടവർ ഉണ്ട് ഇവിടെ. ടവർ, മൂൺ എല്ലാം കുറേ നെഗറ്റീവ് ഉണ്ട് ഇവിടെ. ഇതിനെ മേ ബി നിങ്ങൾ തമ്മിൽ ചില കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ചില കാര്യങ്ങൾ കമ്മിറ്റ്മെൻറ്റ് പേരിലായിരിക്കാം. മേ ബി അവർ എഫേർട്ട് ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ആ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടാവും. അവർ നിങ്ങളെ വിട്ടു പോയി എന്ന രീതിയിൽ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കാം വോക്ക് അവേ ചെയ്തത്. രണ്ടും ആവാം. ഇവിടെ ഒരു ഓക്കെ, അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സെപ്പറേഷൻ്റെ സിറ്റുവേഷൻ ആണ് എനിക്ക് കാണുന്നത്. വേണ്ട ഈ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾ തീരുമാനിച്ച് മാറിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മൂൺ കാർഡ് ഉണ്ട്. വളരെയധികം ഇമോഷണൽ ആവണമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണായാലും നിങ്ങളായാലും ഓക്കെ, വളരെയധികം ഇമോഷണൽ ഒരു പീരീഡിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. ഓൾറെഡി കടന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. നിങ്ങൾ വളരെയധികം ഇമോഷണലായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് കാണുന്നുണ്ട്. 2 of Swords, 5 of Pentacles, 3 of Swords എല്ലാം ഒരുപാട് വിഷമങ്ങളുടെ കാര്യങ്ങൾ എനിക്കിവിടെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എനർജി ഉണ്ട്. ഓക്കെ, ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ കോമ്പറ്റീഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. സോ മേ ബി ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ഇടയിൽ കയറി വന്നു എന്ന രീതിയിൽ പറയാം. ഇവിടെ 3 of Wands ഉണ്ട്, 3 നമ്പറും ഉണ്ട്, 3 of Swords ഉണ്ട്. 5 of Pentacles നഷ്ടങ്ങളുടെ കാര്യമാണ് പറയുക അല്ലേ. നിങ്ങളെ ഒറ്റപ്പെടുത്തിപ്പോയി, നിങ്ങളെ പുറത്താക്കി എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഫീലിംഗ് ഉണ്ട്.
നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങളും ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങളുടെ എനർജി മാത്രമല്ല, എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കൂടിയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓക്കെ, അവർ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ, അപ്പോൾ അതായത് നിങ്ങളും തേർഡ് പാർട്ടിയും തമ്മിലൊരു ചോയ്സ്, ആ കോമ്പറ്റീഷൻ്റെ കാര്യമായിരിക്കും ഇവിടെ പറയുന്നത്. അതായത് ആരെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ഞാൻ ചെയ്യണം മുന്നോട്ട് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ശരിക്കും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ആൾക്കാരിൽ നിന്ന് വലിക്കുന്ന ഒരു ഫീലിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ മേ ബി ഫാമിലി പറയുന്നത് കേൾക്കണം എന്നുള്ള കാര്യങ്ങളായിരിക്കാം. ഫാമിലി ആവാം ഇടയിൽ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫാമിലിയോ ആവാം, ഇവിടെ ഫ്രണ്ട്സ് ആവാം. ഫ്രണ്ട്സ് പറയുന്നുണ്ടാവും ഇത് നല്ല റിലേഷൻഷിപ്പ് അല്ല, ഇത് വേണ്ട എന്ന് ഫ്രണ്ട്സ് പറയുന്നുണ്ടാവും. ചിലവർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇടയിൽ അസൂയ കൊണ്ടോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി അങ്ങനെ റിലേഷൻ കയറി വന്നിട്ടും ഉണ്ടാവാം. എന്ത് തന്നെയായാലും ശരി, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സെപ്പറേഷൻ ആ ഒരു കാര്യം കാണുന്നുണ്ട് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട്. ഇപ്പം നിങ്ങളൊരു ഇമോഷണൽ പീരീഡിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, 5 പെൻഡിക്കിൾസ് ഉണ്ട്, നമ്മൾ നഷ്ടപ്പെട്ടു എന്ന രീതിക്കൊക്കെ ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ ഓക്കെ, പോസിറ്റീവായിട്ട് നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ജഡ്ജ്മെൻറ്റ്. ആദ്യത്തെ തന്നെ ജഡ്ജ്മെൻറ്റ് കാർഡ്, നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ നമ്മൾ എപ്പോഴും ശരിക്കും ഒരു റീഡിങ്ങിൻ്റെ എനർജി വരും എന്നാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്ന ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ്. സോ നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു കാര്യത്തിൻ്റെ റിസൾട്ട്, അതായത് ന്യായമായൊരു റിസൾട്ട് നിങ്ങൾക്ക് വരുമെന്ന് പറയാം, ആദ്യത്തെ കാര്യം. ഓക്കെ, ആൻഡ് ഇവിടെ വന്നത് നിങ്ങളുടെ പേഴ്സൺ ഇതിൽ എഫേർട്ട് ഇടും എന്ന രീതിക്കാണ്. ഓക്കെ, ഇടയിൽ പ്രശ്നങ്ങൾ വന്നു, നിങ്ങൾ തമ്മിൽ അകന്നു, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വന്നു, തേർഡ് പാർട്ടിൻ്റെ സിറ്റുവേഷൻ ഉണ്ട്. അത് ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, വേറെ ഏതെങ്കിലും വ്യക്തിയാവാം, എന്തും ആവാം. ഓക്കെ, പക്ഷെ ഇവിടെ ഫൈനലി വന്നത് ഇവിടെ സൺ ആൻഡ് ഡെത്ത് ആൻഡ് റീബർത്ത് കൂടിയാണ്. സണ്ണും ഡെത്തും കൂടിയിട്ടാണ് എനിക്കെന്ന് വെച്ചാൽ ഒരു റിന്യൂവലാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇടയിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, എന്ത് തന്നെ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, ഇവിടെ ഫൈനൽ നമ്മൾക്ക് കാണുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ജഡ്ജ്മെൻ്റ് ആണ്. യൂണിവേഴ്സ് ഒരു തീരുമാനം കൊണ്ടുവരും എന്ന രീതിക്കാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ഇതൊന്ന് ശരിയാവണേ എന്ന്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, ആഗ്രഹിച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ പേഴ്സൺ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഓക്കെ, ഈ സിറ്റുവേഷൻ ഹാർട്ട് ബ്രേക്ക് എന്നൊന്നും പുറത്തു വരാൻ എന്താണ് വഴി എന്നവർ ഒരു 3 of Wands ആണ്. സോ പ്ലാനിങ് എന്ന് പറയാം. ഓക്കെ, ഡെവിൾ യെസ് അഗൈൻ ഇവിടെ ആരോ നിങ്ങളുടെ ഇടയിൽ ഇടപെട്ടിട്ട് നിങ്ങളെ ഇഷ്യൂസ് ഉണ്ടാക്കിയതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് തേർഡ് പാർട്ടി ആരും ആവാം, ഫാമിലി ആവാം, ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ വേറെ റിലേഷൻ ആവാം. ഇവിടെ ആ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഫൈനലി യൂണിവേഴ്സായിട്ടൊരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരുമെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ സണ്ണാണ്, നമുക്ക് പോസിറ്റീവ് ഒരു ഫ്യൂച്ചറാണ് ഇവിടെ കാണുന്നത്. ആൻഡ് 2 of Swords ഒരു തീരുമാനം എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാനുണ്ട്. അതിന് ഒരു ഡിലേ ഉണ്ടാവാം മേ ബി. ഓക്കെ, ആ ഡെവിൾ എനർജിയിൽ നിന്ന് അവർ പുറത്ത് വരണം, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവരൊന്ന് ക്ലാരിറ്റി കൊണ്ടുവന്ന് ഒരു കാര്യത്തിൽ അവർക്ക് ഉറച്ചെത്തി നിങ്ങളെ വേണം എന്ന തീരുമാനം എടുത്ത് അവർ ചെയ്യാനുണ്ട്. ഓക്കെ, സൺ ആൻഡ് ഡെത്ത് ആൻഡ് റീബർത്ത്. സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇടാനും നിങ്ങളെ ചൂസ് ചെയ്യാനും അവർ ശ്രമിക്കും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ജഡ്ജ്മെൻറ്റ് ഇത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നാണ്. ട്രസ്റ്റ് ചെയ്യാം സിറ്റുവേഷനെ. ഓക്കെ, ഇടയിൽ എന്തൊക്കെയോ വന്നു, തടസ്സങ്ങൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു, ശരിയാണ്. പക്ഷേ യൂണിവേഴ്സിന് പറയുന്നത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ഈ സിറ്റുവേഷൻ. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ട്രസ്റ്റ് ചെയ്യാം. 4 of Wands, കമ്മിറ്റ്മെൻറ്റ്, മാരേജ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയാം. നമുക്ക് കൂടുതൽ നമ്മൾ എടുത്ത് ചാടി ആലോചിക്കണ്ടല്ലോ അല്ലേ. ഓക്കെ, ഹൈറഫൻറ്റ് അഗെയിൻ മാരേജ് കാർഡാണ്, സോറി. 7 of Wands, സ്ട്രെങ്ത്, പേജ് ഓഫ് Wands. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അവരെ ബന്ധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരും. ഓക്കെ, അവരെ ബന്ധിച്ച് വയ്ക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരും. അതെന്ത് തന്നെയായാലും ശരി, അതെന്ത് സിറ്റുവേഷൻ ആയാലും ശരി, അവരെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും വേറെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടായാലും വേറെ തേർഡ് പാർട്ടി തന്നെ ഉണ്ടെങ്കിലും ശരി, എന്തുണ്ടെങ്കിലും ശരി, അതിൽ നിന്ന് അവർ പുറത്തു വരാൻ അവർ മാക്സിമം ശ്രമിക്കും. ഓക്കെ, അവർക്ക് സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, കറക്റ്റാണ്. പക്ഷേ യൂണിവേഴ്സായിട്ട് ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരുന്നതായിട്ടാണ്. ഓക്കെ, യൂണിവേഴ്സ് ആ ജഡ്ജ്മെൻറ്റ് ചെയ്യും. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്ന പോലെ അവർ ചില എഫേർട്സ് എന്ന് വെച്ചപ്പോൾ എല്ലാം വിട്ടെറിഞ്ഞ് അവർ നിങ്ങളുടെ കൂടെ വന്ന് ജീവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അത്രയ്ക്ക് നമ്മൾ ആലോചിക്കേണ്ട. നിങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യം വേറെ ആയിരിക്കാം. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങളെ വേദനിപ്പിക്കാതെ നിങ്ങളോട് ആ സ്നേഹത്തോടെ നിൽക്കാനെങ്കിലും അവർ വരും തീർച്ചയായിട്ടും. കിങ് ഓഫ് കപ്സ് ആണ്. സോ തീർച്ചയായിട്ടും അവർക്ക് ആ സ്നേഹമുണ്ട് നിങ്ങളോട്. അപ്പോൾ അത് അവരെങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ മാക്സിമം അവർ എഫേർട്ട് ഇടും എന്നും കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് സമയം എടുക്കും, ശരിയാണ്. അവർക്ക് പലരിൽ നിന്നും പുറത്തു വരാനുണ്ട്. അവരുടെ മനസ്സിൻ്റെ ചില ബ്ലോക്കേജസ് ഉണ്ടാവാം, അതും ഉണ്ട്. ഓക്കെ, ഇവിടെ പക്ഷേ 4 of Wands ആൻഡ് ഹൈറോഫന്റ് കാർഡാണ്. സോ ഡെഫിനറ്റ്ലി മാരേജ് എന്ന രീതിക്കാണ്. ആൻഡ് ഇതെവിടെയോ നിങ്ങൾ ഡിവൈൻ കണക്ഷനാണ്, നിങ്ങളുടെ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് കണക്ഷനാണ് നിങ്ങളുടെ. അതായത് ജഡ്ജ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന ഒരു ബന്ധമാണിത്. നിങ്ങളുടെ ലൈഫിൽ
കൊണ്ടുവന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ഓക്കെ, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം അതിനെ എന്നാണ് പറയുന്നത്. എന്തായാലും മീൻസ് ഫ്യൂച്ചർ എന്താവും എന്ന് നിങ്ങൾ ആലോചിക്കരുത്, പക്ഷെ സ്നേഹം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ അവരുടെ സ്നേഹം അതിൽ നിങ്ങൾക്കൊരു ഉറച്ചൊരു വിശ്വാസം വയ്ക്കാം. ഓക്കെ, സാഹചര്യങ്ങൾ കൊണ്ട് പല സിറ്റുവേഷൻ ആയിരിക്കും, പല സാഹചര്യങ്ങളായിരിക്കും, പല കാര്യങ്ങളായിരിക്കും, എല്ലാം കറക്റ്റ് തന്നെ. പക്ഷെ അവരുടെ മനസ്സിലുള്ള സ്നേഹം അത് നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. മനസ്സിൽ ആ ഫീലിങ്സ് ഉള്ളത്, സ്നേഹമുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഓക്കെ, സാഹചര്യങ്ങൾ കൊണ്ട് പലതും നടക്കുന്നുണ്ടാവും, പക്ഷെ ഫീലിങ്സ് വളരെ ആത്മാർത്ഥമായതാണ്. ഓക്കെ ഓക്കെ നമുക്ക് ഈ റൊമാൻറ്റിക് ഏഞ്ചൽസിന് ഡെക്കുന്ന കൂടി നോക്കാം. എന്തെങ്കിലും മെസ്സേജസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഓക്കെ, honeymoon phase. Okay, give your relationship a chance. Stay optimistic about your love life, finances and career. Okay, yes, again natte thoniyadu this could be the one. Okay, release your ex and very soon ഉണ്ട് ഇവിടെ. നിങ്ങൾ എത്രയും വേഗം നിങ്ങൾക്ക് കാര്യത്തിലൊരു മാറ്റം കാണും. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക, അത് നിങ്ങൾക്ക് വന്നിരിക്കുമെന്നാണ്. മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ മൈൻഡിൽ നിങ്ങൾ തേർഡ് പാർട്ടി ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരത് റിലീസ് ചെയ്ത് വരുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. റിലീസ് യുവർ എക്സ് എന്നാണ്. ഇത് നിങ്ങൾക്കല്ല, ഐ തിങ്ക് ഇത് നിങ്ങളുടെ പേഴ്സണാണ്. അവരുടെ എക്സ് ആയിരിക്കാം, അവരുടെ ഫാമിലി ആയിരിക്കാം, അതെന്ത് തന്നെ ആയാലും ആ ഒരു ബന്ധനത്തിൽ നിന്ന് ഓക്കെ അവർ മനസ്സിനെ ഒന്ന് പുറത്തു കൊണ്ടുവന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് അവർ മുന്നോട്ട് വരും എന്ന് എനിക്ക് കാണുന്നുണ്ട്. ഹണിമൂൺ കാണുന്നുണ്ട്. സോ എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. ചിലവരെ നിങ്ങൾ ഹോളിഡേ ഒന്നിച്ച് പോകാനുള്ള സാധ്യതയാണ്, ഒന്നിച്ചൊരു യാത്ര പോകാനുള്ള സാധ്യതയാണ്, ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഓക്കെ, റൊമാൻറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ് എന്ന് പറയുന്നുണ്ട്. ഈ സിറ്റുവേഷന് ചാൻസ് കൊടുക്കൂ, ട്രസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്, പോസിറ്റീവ് തിങ്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നെഗറ്റീവ് ആലോചിക്കേണ്ട. സാഹചര്യങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, സാഹചര്യങ്ങൾ ചിലത് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ അവർ ഓൾറെഡി വേറെ തേർഡ് പാർട്ടി ഉണ്ട് അവരുടെ ലൈഫിൽ, ഫാമിലി തടയുന്നു, ഇതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൈയും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ, അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിനെ പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് അതിനെ സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക. എല്ലാം യൂണിവേഴ്സായിട്ട് ശരിയാക്കി തരട്ടെ എന്ന രീതിക്ക് നിങ്ങൾ തീരുമാനിച്ചു വെക്കാം. ഓക്കെ, ആൻഡ് ഫൈനാൻസസ് ആൻഡ് കരിയർ. ചിലവർക്ക് ഞാൻ ആക്ച്വലി 8 ഓഫ് പെന്റിക്കിൾസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ്, അവർക്ക് ചിലപ്പോൾ ജോലി കരിയർ കാര്യങ്ങളായിരിക്കാം ബ്ലോക്കേജസ്. അങ്ങനെ വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം നിങ്ങളുടെ ഇടയിൽ ബ്ലോക്കേജ് വരുന്നത്. ദിസ് കുഡ് ബി ദ വൺ എന്ന് പറയുന്നുണ്ട്. ട്രസ്റ്റ് ചെയ്യാം ഈ സിറ്റുവേഷനെ. ഇതാണ് നിങ്ങളുടെ ഒരു പാർട്ട്ണർ, റൊമാൻറ്റിക് പാർട്ട്ണർ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, സോൾമേറ്റ് എന്ന രീതിക്ക് ഇത് ആവാം എന്നാണ് പറയുന്നത്. സോ ട്രസ്റ്റ് വെക്കുക. ഓക്കെ, എന്താണോ നടക്കുന്നത് അതിനെ ഒന്ന് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാം, യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യാം, പോസിറ്റീവായിട്ടിരിക്കാം. ഓക്കെ, എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വരട്ടെ എല്ലാവർക്കും വെരി സൂൺ. നിങ്ങൾക്ക് എത്രയും വേഗം ഓക്കെ ആ പേഴ്സണുമായിട്ട് റീയൂണിയൻ പോസിബിൾ ആവട്ടെ. നിങ്ങൾ മൈൻഡിൽ പക്ഷേ നിങ്ങൾ നെഗറ്റീവ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ എനർജി മാറിപ്പോവും. ഓക്കെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് നിങ്ങളിപ്പോൾ നെഗറ്റീവ് ആലോചിച്ചു, അവർ എന്നെക്കാളും പ്രയോറിറ്റി മറ്റേനാ കൊടുക്കുന്നത്, വേറെന്തോ ആണ് ചെയ്യുന്നത്, എന്നെ ചൂസ് ചെയ്യില്ല, എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുക, എങ്ങനെയെന്നൊക്കെ നിങ്ങൾ മനസ്സിൽ എത്രത്തോളം നിങ്ങൾ നെഗറ്റീവ് പറയുന്നോ അത്രത്തോളം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അകന്ന് തന്നെ നിൽക്കും. ഓക്കെ, നിങ്ങൾ അതിനെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങുക. ഓക്കെ, അവരുടെ സാഹചര്യം എങ്ങനെ ആയിട്ടാണ്, അതുകൊണ്ടാണ് അവർ വന്നോളും, എപ്പോഴെങ്കിലും വന്നോളും. പക്ഷെ അതുപോലെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ജീവിതം കളയാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കൂടി വേണം. ഓക്കെ, അവർ വന്നോളും, കുഴപ്പമില്ല, ഞാൻ അപ്പോഴേക്കും എൻ്റെ കാര്യങ്ങൾ ചെയ്ത് തീർക്കട്ടെ, ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആവട്ടെ, എനിക്കും ഒരു നല്ലൊരു ലൈഫ് ഞാൻ ബിൽഡ് ചെയ്യട്ടെ, ആ നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്താൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെയാണ് മുന്നോട്ട് ഹെൽപ്ഫുൾ. ആ രീതിക്ക് ചിന്തിക്കാം. നിങ്ങൾ ഓൾറെഡി ഒന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ സെപ്പറേറ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഓൾറെഡി ഞങ്ങൾ ഒന്നാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരൂ. ഓക്കെ, സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പം നമ്മളൊരു ലേശം അകൽച്ചയുണ്ട്, അവർ വേറെ എവിടെ ചില കാര്യങ്ങൾ അവർ തീർക്കുന്നു, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ, അങ്ങനെ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ വരും. നിങ്ങൾ പക്ഷേ മൈൻഡ് എത്രത്തോളം പോസിറ്റീവാക്കി വെക്കുന്നു, എത്രത്തോളം നിങ്ങൾ ആ ഒരു രീതിക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ടുവരുന്നു, അതിനനുസരിച്ചിരിക്കും. ഓക്കെ, കംപ്ലയിൻസിനെയൊക്കെ മാറ്റിയിട്ട് കംപ്ലയിൻസും കുറ്റപ്പെടുത്തലും കാര്യങ്ങളും മാറ്റാം. അതിനെ മാറ്റി നിങ്ങൾ മൈൻഡിൽ എല്ലാം ജസ്റ്റ് ഒരു സാഹചര്യത്തിൻ്റെയാണ്, ഒരു സമയത്തിൻ്റെയാണ്, ഇതൊക്കെ മാറിക്കോളും എന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്ത കൊണ്ടുവരാം. ഓക്കെ, എല്ലാവർക്കും അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.